ദൈവനാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ. ഇന്നത്തെ അല്പസമയത്തെ ചിന്തയ്ക്കായി തിരഞ്ഞെടുത്തിരിക്കുന്ന വേദഭാഗം ലൂക്കായുടെ സുവിശേഷം 15-ാം അധ്യായം 18 മുതൽ 19 വരെയുള്ള വാക്യങ്ങൾ. ഞാൻ എഴുന്നേറ്റ് എൻ്റെ പിതാവിൻ്റെ അടുത്തേക്ക് പോകും. ഞാൻ അവനോട് പറയും, പിതാവേ, സ്വർഗത്തിനെതിരായും നിൻ്റെ മുമ്പിലും ഞാൻ പാപം ചെയ്തു. നിൻ്റെ പുത്രൻ എന്ന് വിളിക്കപ്പെടാൻ ഞാൻ ഇനി യോഗ്യനല്ല. നിൻ്റെ ദാസരിൽ ഒരുവനായി എന്നെ സ്വീകരിക്കണമേ. നമുക്ക് എല്ലാവർക്കും വളരെ സുപരിചിതമായ ഒരു ഭേദഭാഗമാണിത്. ധൂർത്തുപുത്രൻ്റെ ഉപമയാണ് ഇവിടെ പ്രതിപാദിച്ചിരിക്കുന്നത്. പരിശുദ്ധ നോമ്പിൻ്റെ ഈ കാലയളവിൽ ഈ വേദഭാഗം വളരെയധികം പ്രാധാന്യമുള്ളതാണ്. നോമ്പ് തിരിച്ചുവരവിൻ്റെ കാലമാണ്. നാം നമ്മുടെ പാപങ്ങളെ ദൈവസന്നിധിയിൽ ഏറ്റുപറഞ്ഞ് പുതിയൊരു ജീവിതത്തിലേക്ക് കടക്കാം. ധൂർത്തുപുത്രൻ്റെ മനോഭാവത്തോടെ നമുക്ക് ദൈവസന്നിധിയിലേക്ക് കടന്നു വരാം. നോമ്പ് ജയത്തിൻ്റെ ആയുധമാണ്. ശത്രുവാകുന്ന സാത്താന് മുമ്പിലുള്ള തോൽക്കാത്ത ആയുധവുമാണ്. നോമ്പാലും ഉപവാസത്താലും നമുക്ക് ദൈവസന്നിധിയിലേക്ക് അടുത്തു വരാം. പരിശുദ്ധ നോമ്പിൽ പിന്നോട്ട് നടക്കാം. നമ്മുടെ ആത്മാവിനെ ശോധന ചെയ്ത് ഒരു പുതുക്കത്തിൻ്റെ അനുഭവത്തിലേക്ക് കടന്നു വരാം. പാതി നോമ്പ് കഴിഞ്ഞ ഈ വേളയിൽ, കർത്താവേ, എന്നോട് കരുണ തോന്നണമേ, എൻ്റെ പാപങ്ങളെ ക്ഷമിക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. പിന്നിലുള്ളതിനെ മറന്ന് മുമ്പിലുള്ള നല്ലതിനെ ലക്ഷ്യമാക്കി പറക്കാൻ ഈ പരിശുദ്ധ നോമ്പ് മുഖാന്തരമായി തീരട്ടെ. ആമേൻ.